ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാച്ചിൽ നടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ പെയ്തു, മണ്ണൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണിൽ കാച്ചിൽ നടണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചാക്കിൽ നടണമെന്നുണ്ടെങ്കിലും നമുക്ക് മഴ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാച്ചിൽ ചേന ചേമ്പൊക്കെ നല്ല മഴ പെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ നട്ടു കൊടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാച്ചിൽ നടാനായിട്ട് പോണത് ചാക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചാക്കിൽ ഇത് കണ്ടോ, ഒരു പകുതിയോളം നമ്മുടെ വാഴയുടെ തടയും അതേപോലെ തന്നെ വാഴക്കച്ചിലും ഒക്കെ വെട്ടി നുറുക്കി ഇട്ടൊരു പകുതി ഭാഗത്തോളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാക്കിൽ നട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. കാച്ചിലെന്ന് വെച്ചാൽ ഇതിങ്ങനെ താഴേക്ക് വളരുന്ന കിഴങ്ങ് വർഗ്ഗമാണ്. നേരെ താഴേക്ക് ഇളക്കമുള്ള മണ്ണിലാണെങ്കിൽ ഒത്തിരി താഴേക്ക് വളർന്നു പോകും. നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധാരണ സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കമ്പിയും തൂമ്പയൊക്കെ എടുത്ത് കൊത്തി ഇളക്കി വേണം കാച്ചിൽ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ പറിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പറിക്കാൻ എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ചാക്ക്, അത്യാവശ്യം വലുപ്പമുള്ളൊരു ചാക്കിൽ കാച്ചിൽ നട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇത് നിറച്ച് വാഴക്കച്ചിലും അതേപോലെ തന്നെ വാഴയുടെ തട കണ്ടോ, ഇതൊക്കെ വാഴത്തട മുറിച്ച് കീറിയിട്ട് വെട്ടി മുറിച്ച് ഇതിൻ്റെ അകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ വാഴക്കച്ചിലും അതേപോലെ തന്നെ വാഴയുടെ തടയും ഒക്കെ വെട്ടി നുറുക്കി ഇതിൻ്റെ അകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ വളരെ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നടാനായിട്ട് ഇതേപോലെ ഒരു പീസ്, ഇതേപോലെ ഒരു കഷ്ണം, വളരെ ചെറിയ കഷ്ണങ്ങൾ നട്ട് കൊടുത്താലും കാച്ചിൽ നമുക്ക് മുളച്ച് വരും കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ചെറിയ ചെറിയ പീസുകളാണ്. ഇത് നമ്മൾ പറിച്ചെടുത്ത് കൊടുത്ത് കിടന്ന ചെറിയ കഷ്ണങ്ങൾ മുളച്ച് വന്നേക്കണതാണ്. ഇത് നട്ട് കൊടുത്താലും മുളച്ച് വരും. പക്ഷേ ഇത്രയെങ്കിലും വലിപ്പമുള്ള കഷ്ണങ്ങൾ നട്ട് കൊടുത്താലാണ് ഇത്രയുള്ള നമുക്ക് അത്യാവശ്യം വലിയ കാച്ചിലുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ ഒരു അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് നടാനുള്ള കാച്ചിലൊക്കെ നമുക്കിത് ഈ കഷ്ണത്തിൽ നിന്ന് കിട്ടും, ഇതുപോലെ ചെറിയ പീസുകളിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് നടാനായിട്ട് ഇത്രയുമുള്ളൊരു കാച്ചിലെടുക്കുക. അതിനുശേഷം ചാക്കിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ വാഴക്കച്ചിലോ വാഴത്തടയോ അല്ലെങ്കിൽ കരിയിലകളോ പച്ചപ്പുല്ലുകൾ പറിച്ച് ഉണങ്ങി കിടക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ചാക്കിൽ ഒരു പകുതി ഭാഗത്തോളം നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പകുതി ഭാഗത്തോളം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ദ്രവിച്ച് ഇത് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇത് മുളച്ച് വന്നാലും ഇത് വലുതായാലും നമുക്ക് കരിയിലകളൊക്കെ അടിച്ചു കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിടുകയും ചെയ്യാം. പിന്നെ അടുത്തത് കാച്ചിൽ പറിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വളമായിട്ട് ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ കാച്ചിൽ നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ അത്യാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുള ഇങ്ങനെ നിൽക്കുന്നത് ആ മുകളിൽ തന്നെ നിന്നോട്ടെ കേട്ടോ. അത് നമ്മൾ ചെരിച്ചൊന്നും വെക്കേണ്ട, കറക്റ്റ് നേരെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള മുകളിലോട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരം, അതും ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചാരം നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. ചേന, ചേമ്പ്, കപ്പ, അതുപോലെ കാച്ചിൽ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ ഈ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വളരെ കുറച്ച് മണ്ണ്, ഇത്രയും മണ്ണേ എടുത്തിട്ടുള്ളൂ നമ്മളിത് നടാനായിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചേന നമ്മൾ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നു. പറിച്ചെടുത്ത വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് ചേനയ്ക്ക് വിളവും കിട്ടിയിരുന്നു കേട്ടോ. ഇത് നമുക്ക് വേര് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മണ്ണായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ മണ്ണ് താഴേക്ക് ഇറങ്ങി പൊക്കോളും. ഈ മണ്ണ് ഇത് അടിയിലുള്ള വാഴക്കച്ചിലും വാഴത്തടയൊക്കെ ദ്രവിക്കുന്നതിനനുസരിച്ച് ഈ മണ്ണ് അങ്ങോട്ട് ഇറങ്ങി പൊക്കോളും. കണ്ടോ, ഇത്രയും നമ്മൾ ഏതാണ്ട് ഒരു ബേസിനോളം മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കരിയിലിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കരിയിലിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുളയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മുള തന്നെ അതിൻ്റെ മുകളിലോട്ട് കയറി വന്നോളൂ. നമ്മളതിൻ്റെ മുകളിലോട്ട് കട്ടിയുള്ളതൊന്നും ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി. കല്ലോ ഒക്കെ നമ്മൾ കരിയില അടിച്ച് വാരിയേക്കണേൽ കല്ലോ അങ്ങനെയുള്ള കട്ടക്കഷ്ണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ കരിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കരിയിലയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ച പുല്ലുകളുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി. ഇതൊക്കെ അങ്ങോട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങോട്ട് ദ്രവിച്ച് താഴേക്ക് പോയിക്കോളും. നല്ല വളമായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം, ഇത് ഇങ്ങനെയായി എന്നുള്ളതൊക്കെ. അതായത് നമ്മൾ നല്ല രീതിയിൽ കരിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ കാച്ചിൽ നട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചേനയും
ചേമ്പൊക്കെ നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേന ഇതുപോലെ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ നട്ടതെല്ലാം മണ്ണിലാണ് ചേന നട്ടത്. അതുപോലെ കാച്ചിലാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ചാക്കിൽ നട്ടതെന്ന് വെച്ചാൽ കാച്ചിലാണ് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ചേന നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല മണ്ണിൽ നട്ടാലും പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ കുതിർന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നട്ടു കൊടുക്കാം. അപ്പോൾ കാച്ചിലൊക്കെ നടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ സമയത്ത് ചാക്കിലാണെന്നുണ്ടെങ്കിലും അല്ല മണ്ണിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്